ഹായ് ഓൾ, വെൽക്കം ടു ഏസ് ആപ്പ് ലേണിംഗ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 2025 ഒക്ടോബർ മാസത്തിലെ കേരളം, ഇന്ത്യ, വേൾഡ് തുടങ്ങിയ മേഖലയിലെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് പഠിച്ചിട്ടുണ്ട്. ഈ ക്ലാസ്സിൽ നമ്മൾ ബാക്കിയുള്ള മറ്റു പ്രധാനപ്പെട്ട മേഖലകൾ, സ്പോർട്സ്, സയൻസ് ആൻഡ് ടെക്നോളജി, പ്രധാനപ്പെട്ട വേദികൾ, പ്രധാനപ്പെട്ട നിയമനങ്ങൾ, പദ്ധതികൾ, അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായി കഴിഞ്ഞ ക്ലാസ് കാണാത്തവർ തീർച്ചയായിട്ടും ആ ക്ലാസ് കണ്ടതിന് ശേഷം മാത്രമേ ഈ ക്ലാസ് കാണാൻ പാടുള്ളൂ. എന്നാൽ ഒരു കണ്ടിന്യൂറ്റി കിട്ടും, നിങ്ങളുടെ പഠനത്തിന് ഒരു ഫ്ലോ കിട്ടും. ഓക്കെ, സോ എന്തായാലും നമുക്ക് 2025 ഒക്ടോബർ മാസത്തിലെ പ്രധാനപ്പെട്ട സ്പോർട്സുമായി ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സ് നോക്കാം. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. സോ ആദ്യമായിട്ട് 2026 ഫിഫ വേൾഡ് കപ്പ് അടുത്ത വർഷം നടക്കാൻ പോവുകയാണ്. 3 രാജ്യങ്ങളിലായിട്ടാണ് ഈ വേൾഡ് കപ്പ് നടക്കുന്നത്. അമേരിക്ക, മെക്സിക്കോ, കാനഡ. ഇത് നമ്മൾ കഴിഞ്ഞ മാസത്തിലെ കറണ്ട് അഫയേഴ്സിൽ പറഞ്ഞതായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗ്യചിഹ്നത്തെക്കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തായിരുന്നു. അപ്പോൾ ഇവിടെ ആ സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു പന്തിൻ്റെ പേര് ട്രയോണ്ട എന്നാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ 2026 ഫിഫ വേൾഡ് കപ്പിൻ്റെ ഔദ്യോഗിക പന്തിൻ്റെ പേരെന്ന് പറയുന്നത് ട്രയോണ്ട എന്നാണ്. 3 ഭൂഖണ്ഡങ്ങളെ ആ ഒരു പ്രതിനിധീകരിച്ചുകൊണ്ടാണ് ട്രൈ എന്ന വാക്ക്, ട്രൈ എന്ന് പറഞ്ഞാൽ 3 ആണല്ലോ, ആ ട്രയോണ്ട എന്ന് പറയുന്ന വാക്ക് അങ്ങനെയാണ് ഉടലെടുക്കുന്നത്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. 2026 ഫിഫ വേൾഡ് കപ്പിൻ്റെ ഔദ്യോഗിക പന്തിൻ്റെ പേര് ട്രയോണ്ട എന്നാണ്. ഇനി ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു തലമുറ മാറ്റമാണ് അല്ലേ. പ്രധാനപ്പെട്ട രോഹിത് ശർമ്മ, വിരാട് കോഹ്ലി പോലെയുള്ള താരങ്ങളെല്ലാം ടെസ്റ്റ് 2020 ഫോർമാറ്റിൽ നിന്ന് ഓൾറെഡി വിരമിച്ചു കഴിഞ്ഞു. അങ്ങനെ ഇന്ത്യൻ ഏകദിന ടീമിൻ്റെ ക്യാപ്റ്റനായിട്ട് ശുഭ്മാൻ ഗില്ല് വരുവാണ്. ഈ ശുഭ്മാൻ ഗില്ല് ഇതുമായി ബന്ധപ്പെട്ടൊരു അടുത്തൊരു എക്സാമിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യം വന്നിരുന്നു ശുഭ്മാൻ ഗില്ലുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ക്രിക്കറ്റിന് 3 ഫോർമാറ്റ് ഉണ്ടെന്ന് അറിയാം. ഒന്ന് 2020, പിന്നെ 1 ഡേ, പിന്നെ ടെസ്റ്റ്. അതിൽ ഈ 1 ഡേ അഥവാ ഏകദിന ഫോർമാറ്റിൽ ക്യാപ്റ്റൻ എന്ന് പറയുന്നത് ഇന്ത്യൻ ടീമിൻ്റെ ക്യാപ്റ്റൻ ആരാണ്? ശുഭ്മാൻ ഗില്ലാണ്. ഇനി ഇറാനി ട്രോഫി, ഇറാനി കപ്പ് അല്ലെങ്കിൽ ഇറാനി ട്രോഫി എന്ന് പറയുന്നത് ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട ട്രോഫിയാണ്. സോ ഇറാനി ട്രോഫിയിലെ ജേതാക്കൾ എന്ന് പറയുന്നത് ആരാണ്? വിദർഭയാണ്. വിദർഭ ഒരു ടെസ്റ്റ് ഫോർമാറ്റിലുള്ള ഒരു ചാമ്പ്യൻഷിപ്പാണ് ഇറാനി കപ്പ്. ഇന്ത്യയിൽ നടക്കുന്ന ടൂർണമെൻ്റാണ്, ഇന്ത്യയിലെ ഒരു ആഭ്യന്തര ടൂർണമെൻ്റാണ് ഇറാനി കപ്പ് എന്ന് പറയുന്നത്. സോ അതിൽ ചാമ്പ്യൻസ് ആരാണ്? വിദർഭയാണ് ചാമ്പ്യൻസ് എന്ന് പറയുന്നത്. ഇനി നേരത്തെ നമ്മൾ ഓൾറെഡി പറഞ്ഞ പോയിന്റ് തന്നെയാണ്. കേരള സ്കൂൾ ഒളിമ്പിക് ഗെയിംസിൻ്റെ ഭാഗ്യചിഹ്നം തങ്കു എന്ന് പറയുന്ന മുയലാണ്. സോ അതിൻ്റെ അംബാസഡർ സഞ്ജു വി സാംസൺ ആണ് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. സോ ആ പോയിന്റ് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുകയാണ്. ഇനി 2026 ഫിഫ വേൾഡ് കപ്പിലേക്ക് വരുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ്. അതായത് ലോകകപ്പിന് യോഗ്യത നേടിയ ഏറ്റവും ചെറിയ രണ്ടാമത്തെ രാജ്യമാണ് കേപ്പ് വെർഡെ എന്ന് പറയുന്നത്. ഏറ്റവും ചെറിയ രാജ്യമല്ല, ഏറ്റവും ചെറിയ രണ്ടാമത്തെ രാജ്യമാണ് കേപ്പ് വെർഡെ എന്ന് പറയുന്നത്. 2018 റഷ്യയിൽ വേൾഡ് കപ്പ് നടന്നിരുന്നു. സോ അന്ന് യോഗ്യത നേടിയ ഐസ്ലൻഡ് ആണ് ഏറ്റവും ചെറിയ രാജ്യം. അതായത് ഫിഫ വേൾഡ് കപ്പിൽ മത്സരിക്കുന്ന ഏറ്റവും ചെറിയ രാജ്യം എന്ന് പറയുന്നത് അത് ഐസ്ലൻഡ് ആണ്. 2018 വേൾഡ് കപ്പിലാണ് ഐസ്ലൻഡ് ആ ഒരു ടൂർണമെൻറ്റ് മത്സരിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി അണ്ടർ 20 പുരുഷ ഫുട്ബോൾ ലോകകപ്പിൽ കിരീടം ചൂടിയത് മൊറോക്കോയാണ്. ഓക്കെ, മൊറോക്കോയാണ് അണ്ടർ 20. ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി, മേ ബി ചോദിക്കാം, എന്നാലും ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്ത് വിടുക. അണ്ടർ 20 ഫുട്ബോൾ വേൾഡ് കപ്പിൽ ചാമ്പ്യൻസ് ആയിട്ട് മാറിയത് മൊറോക്കോയാണ് കേട്ടോ, മൊറോക്കോയാണ്. അപ്പോൾ ഇതിലെ ഈ 3 പോയിൻറ്സും അത്യാവശ്യം ഇമ്പോർട്ടൻസ് ഉള്ള പോയിൻറ്സ് ആണ്, കൃത്യമായിട്ട് തന്നെ നിങ്ങൾ പഠിക്കുക. ഓക്കെ, 2025 സ്കൂൾ കായികമേള തിരുവനന്തപുരത്ത് വെച്ചാണ് നടന്നത്. ചാമ്പ്യൻസ് ആയതും തിരുവനന്തപുരം തന്നെയാണ്. അടുത്ത വർഷം നടക്കാൻ പോകുന്നത് കണ്ണൂരിലാണ്. 2026 സ്കൂൾ കായികമേള നടക്കുന്നത് കണ്ണൂരാണ്. 11ാമത് ഫിഡെ ലോകകപ്പിന്, ഫിഡെ ചെസ് ലോകകപ്പിന് വേദി ഗോവയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ്, അടുത്ത പരീക്ഷകളിൽ ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു പോയിന്റ് ആണ്. ഫിഡെ ചെസ് ലോകകപ്പിന് വേദിയാകുന്നത് ഗോവയാണ്. ഓക്കെ, 11ാമത് ഫിഡെ ചെസ് ലോകകപ്പിന് വേദിയാകുന്നത് ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനമായിട്ടുള്ള ഗോവയാണ് വേദിയാകുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അടുത്ത പരീക്ഷകളിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്.
ഇനി സയൻസ് ആൻഡ് ടെക്നോളജിയുമായി ബന്ധപ്പെട്ട ശാസ്ത്രമേഖലയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ നോക്കാം. അപ്പോൾ വാട്സപ്പിന് ബദലായിട്ട് അല്ലേ, നമ്മൾ പ്രധാനമായിട്ടും ഒരു ലൈഫിൽ, നമ്മുടെ ഡെയിലി ലൈഫിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന വൺ ഓഫ് ദി ആപ്പാണ് വാട്സപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് ബദലായിട്ട് ഇന്ത്യ തദ്ദേശീയമായിട്ട് വികസിപ്പിച്ച മെസ്സേജിങ് ആപ്പാണ്, ചാറ്റിംഗ് ആപ്പാണ് അരട്ടൈ എന്ന് പറയുന്നത്. വാട്സപ്പിന് ബദലായിട്ടാണ് ഈ ഒരു ചാറ്റിംഗ് ആപ്പ് കൊണ്ടുവന്നിട്ടുള്ളത്. അരട്ടൈ എന്നാണ് ആ ഒരു ആപ്പിൻ്റെ പേര്. ഇനി സൗരയൂഥത്തിൻ്റെ അതിർത്തിയായ ഹിലിയോസ്ഫിയറിനെ കുറിച്ച് പഠിക്കുന്നതിനായി നാസ വിക്ഷേപിച്ച ദൗത്യമാണ് ഇന്റർസ്റ്റെല്ലാർ മാപ്പിംഗ് ആൻഡ് ആക്സലറേഷൻ പ്രോബ് എന്ന് പറയുന്നത്. ഓക്കെ, സോ IMAP എന്നാണ് ഷോർട്ട് ഫോം എന്ന് പറയുന്നത്. ഈ രീതിയിലുള്ള ചോദ്യം ഈ ഇടയുള്ള PSC പരീക്ഷകൾ നന്നായിട്ട് ചോദിക്കുന്നുണ്ട്. സോ IMAP അഥവാ ഇന്റർസ്റ്റെല്ലാർ മാപ്പിംഗ് ആൻഡ് ആക്സലറേഷൻ പ്രോബ് എന്ന് പറയുന്ന ഈ ഒരു ആ ഒരു പദ്ധതി, ആ ഒരു ദൗത്യം വിക്ഷേപിച്ച സംഘടനയാണ് നാസ എന്ന് പറയുന്നത്. ഓക്കെ, സോ അതിൻ്റെ ലക്ഷ്യം എന്താണ്? സൗരയൂഥത്തിൻ്റെ അതിർത്തിയായ ഹീലിയോസ്ഫിയറിനെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ക്ലിയർ ആണല്ലോ. ഇനി ദ്രവീകൃത പ്രകൃതിവാതകത്തിൽ പ്രവർത്തിക്കുന്ന കപ്പലുകൾ നിർമ്മിക്കുന്ന രാജ്യത്തെ ആദ്യ കപ്പൽശാലയാണ് കൊച്ചിൻ ഷിപ്പ്യാർഡ്. നമ്മുടെ കൊച്ചിൻ ഷിപ്പ്യാർഡുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. LNGയിൽ പ്രവർത്തിക്കുന്ന കപ്പലുകൾ നിർമ്മിക്കുന്ന രാജ്യത്തെ ആദ്യ കപ്പൽ ശാലയാണ് കൊച്ചിൻ ഷിപ്പ്യാർഡ്. കൊച്ചിൻ ഷിപ്പ്യാർഡുമായി ബന്ധപ്പെട്ട് ഒരുപാട് പോയിന്റ്സ് പഠിക്കാനുണ്ട്. അതായത് ഒറ്റ ദിവസം 3 കപ്പലുകൾ പുറത്തിറക്കിയിട്ടുള്ള ഒരു കപ്പൽശാല കൂടിയാണ് കൊച്ചിൻ കപ്പൽശാല എന്ന് പറയുന്നത് കേട്ടോ. കൊച്ചിൻ കപ്പൽശാല എന്ന് പറയുന്നത് ഒരു ദിവസം 3 കപ്പലുകൾ നിരത്തിലിറക്കിയിട്ടുള്ള ആ ഒരു റെക്കോർഡുള്ള ഒരു കപ്പൽശാല കൂടിയാണ് കൊച്ചിൻ ഷിപ്പ്യാർഡ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നിങ്ങൾ ഇതിനെ കൂടെ ഒന്ന് അറിഞ്ഞിരിക്കുക. ഇവിടെ എന്താണ്? LNGയിൽ പ്രവർത്തിക്കുന്ന കപ്പലുകൾ നിർമ്മിക്കുന്ന രാജ്യത്തെ ആദ്യ കപ്പൽശാലയാണ് കൊച്ചിൻ ഷിപ്പ്യാർഡ് എന്ന് പറയുന്നത്. ഇനി അടുത്തത്, ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആദ്യ ആൻറ്റിബയോട്ടിക് ആണ് നാഫിത്രോമെയ്സിൻ എന്ന് പറയുന്നത് കേട്ടോ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സയൻസ് മേഖലയിലൊക്കെ ചിലപ്പോൾ മേ ബി കറണ്ട് അഫയേഴ്സ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. നമ്മുടെ PSC പരീക്ഷയിൽ സയൻസിൻ്റെ സിലബസ് ആ ഒരു ഭാഗത്തിലെ ക്വസ്റ്റ്യൻസ് വരുന്ന ഏരിയയിലൊക്കെ ചിലപ്പം കറണ്ട് അഫയേഴ്സ് ആസ്പെക്റ്റിലുള്ള ഒരു ചോദ്യമായിട്ട് മാറാൻ സാധ്യതയുണ്ട്. ഇന്ത്യ തദ്ദേശീയമായിട്ട് വികസിപ്പിച്ച ആദ്യത്തെ ആൻറ്റിബയോട്ടിക് ആണ് നാഫിത്രോമൈസിൻ എന്ന് പറയുന്നത് കേട്ടോ. നാഫിത്രോമൈസിൻ എന്ന് പറയുന്നത്. ഇനി ChatGPT നിർമ്മാതാക്കളായ OpenAIയുടെ പുതിയ ബ്രൗസറാണ് അറ്റ്ലസ് എന്ന് പറയുന്നത്. പഠിക്കാൻ എളുപ്പമാണ്. ChatGPT നിർമ്മിതാക്കളായിട്ടുള്ള OpenAI, ഇത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ChatGPTയുടെ പാരന്റ് കമ്പനിയുടെ പേരെന്താന്ന് ഒരു പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ChatGPTയുടെ പാരന്റ് കമ്പനിയുടെ പേരാണ് OpenAI എന്ന് പറയുന്നത്. സോ അവർ നിർമ്മിച്ചിട്ടുള്ള പുതിയ ബ്രൗസറിൻ്റെ പേരാണ് അറ്റ്ലസ് എന്ന് പറയുന്നത്. ഇനി അൽബേനിയയിലെ നിർമ്മിത ബുദ്ധി AI മന്ത്രി. അപ്പോൾ ലോകത്തിൽ ആദ്യമായിട്ട് ഒരു AI മന്ത്രിയെ നിയമിച്ച ഒരു രാജ്യമാണ് അൽബേനിയ എന്ന് പറയുന്ന യൂറോപ്യൻ രാജ്യം. ലോകത്ത് ആദ്യമായിട്ട് ഒരു AI മന്ത്രിയെ നിയമിച്ച രാജ്യമാണ് അൽബേനിയ. സോ ആ മന്ത്രിയുടെ പേരാണ് ഡീല എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് പ്രത്യേകത? നമ്മുടെ ലോകത്തിൽ ആദ്യമായിട്ട് ഒരു രാജ്യം ഒരു AI മന്ത്രിയെ നിയമിക്കുകയാണ്. സോ ആ നിയമിച്ച രാജ്യമാണ് യൂറോപ്യൻ രാജ്യമായിട്ടുള്ള അൽബേനിയ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. സോ ആ ഒരു AI മന്ത്രിയുടെ പേരാണ് ഡീല എന്ന് പറയുന്നത്. ഡീല. ഓക്കെ, ഇനി ഇന്ത്യ റീസെൻ്റ് ആയിട്ട് ഒരു ചരിത്രപരമായിട്ടുള്ള ഒരു വിക്ഷേപണം നടത്തിയിട്ടുണ്ടായിരുന്നു. GSAT-7R എന്നുള്ളതാണ് ആ വിക്ഷേപണത്തിൻ്റെ പേര്. ഇന്ത്യ റീസെൻ്റ് ആയിട്ട് ഏറ്റവും വലിയ വിക്ഷേപണം നടത്തി ചരിത്രം കുറിച്ചിരുന്നു. സോ അതിനുപയോഗിച്ച റോക്കറ്റാണ് LVM-3 Mark 4 എന്ന് പറയുന്നത്. അതായത് ചന്ദ്രയാൻ 3യുടെ വിക്ഷേപണത്തിന് പ്രധാന പങ്ക് വഹിച്ച റോക്കറ്റാണ് LVM-3 Mark 4 എന്ന് പറയുന്നത്. സോ ആ റോക്കറ്റിലാണ് GSAT-7R എന്ന് പറയുന്ന റോക്കറ്റ് വിക്ഷേപിക്കുന്നത്. പ്രധാനമായും വാർത്താവിനിമയവുമായി ബന്ധപ്പെട്ട പഠനത്തിനാണ് ഈ ഒരു ദൗത്യം വിക്ഷേപിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ വെയിറ്റ് എന്ന് പറഞ്ഞത് ഏകദേശം 4410 കിലോഗ്രാം ആണ്. ഓക്കെ, അപ്പോൾ ഇന്ത്യ വിക്ഷേപിക്കുന്ന ഏറ്റവും ഭാരമേറിയത് കൂടിയാണ്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ഇന്ത്യൻ മണ്ണിൽ നിന്നുള്ള ഏറ്റവും ഭാരമേറിയിട്ടുള്ള വിക്ഷേപണമാണ് GSAT-7R എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ആ ഹൈലൈറ്റ് ചെയ്ത പോയിന്റ്സ് ആണ് പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ടത്. ഇന്ത്യൻ മണ്ണിൽ നിന്ന് വിക്ഷേപിച്ച ഏറ്റവും വലിയ വിക്ഷേപണമാണ് GSAT-7R എന്ന് പറയുന്നത്. ഇതിനുപയോഗിച്ച റോക്കറ്റാണ് LVM Mark 3 എന്ന് പറയുന്നത്. സോ അതിൻ്റെ വെയിറ്റ്, ആ ദൗത്യത്തിൻ്റെ വെയിറ്റ് എത്രയാണ്? 4 ടണ്ണോളം, ഏകദേശം 410 കിലോഗ്രാം ഭാരമുള്ള ഒരു ഈ ഉപഗ്രഹം ഇന്ത്യൻ മണ്ണിൽ നിന്ന് വിക്ഷേപിക്കുന്ന ഏറ്റവും
ഭാരമേറിയതാണ്. ഓക്കെ, അപ്പോൾ വിക്ഷേപിച്ച ഡേറ്റും പറയുന്നുണ്ട്, അത് ഓർത്തിരിക്കുക. നവംബർ 2-നാണ് വിക്ഷേപിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഹൈലൈറ്റ് ചെയ്ത പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. GSAT-7R എന്നാണ് ഈ ഒരു ദൗത്യത്തിൻ്റെ പേരെന്ന് പറയും, ഈ ഒരു ഉപഗ്രഹത്തിൻ്റെ പേരെന്ന് പറയുന്നത്. ഇത് വിക്ഷേപിച്ച റോക്കറ്റാണ് LVM-3 Mark 4 എന്ന് പറയുന്നത്. വിക്ഷേപിച്ച ഡേറ്റ് ആണ് നവംബർ 2, ഓക്കെ, 2025 നവംബർ 2 എന്ന് പറയുന്നത്. അതുപോലെ ഇതിന് വെയിറ്റ് 4410 കിലോഗ്രാം ആണ്. ഇന്ത്യൻ മണ്ണിൽ നിന്ന് വിക്ഷേപിക്കുന്ന ഏറ്റവും ഭാരമേറിയ ഉപഗ്രഹമാണ് ഈ GSAT-7R എന്ന് പറയുന്നത്. സോ ഈ ഹൈലൈറ്റ് ചെയ്ത പോയിന്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കുക. ഇനി നമ്മൾ പ്രധാനപ്പെട്ട ഹോസ്റ്റുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പഠിക്കുന്നത്. അതിൽ ആദ്യം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട, നമ്മൾ ഓൾറെഡി ഫിഡെ ലോകകപ്പിൻ്റെ കാര്യം സ്പോർട്സിൻ്റെ ഭാഗത്ത് പറഞ്ഞതായിരുന്നു. 2025 ഫിഡെ ചെസ് ലോകകപ്പിൻ്റെ വേദി എന്ന് പറയുന്നത് ഗോവയാണ്, അത് നമ്മൾ പറഞ്ഞതാണ്. അതുപോലെ 2026 കോമൺവെൽത്ത് ഗെയിംസിന് വേദിയാകുന്നത് സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണത്. 2030 കോമൺവെൽത്ത് ഗെയിംസ്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എന്തായാലും ചോദിക്കും. ഇതിനു മുൻപ് കോമൺവെൽത്ത് ഗെയിംസ് ഇന്ത്യയിൽ നടന്നത് 2010-ലായിരുന്നു. സോ 20 വർഷത്തിന് ശേഷം വീണ്ടും കോമൺവെൽത്ത് ഗെയിംസ് ഇന്ത്യയിലേക്ക് വരുവാണ്. ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1930-ലാണ് കോമൺവെൽത്ത് ഗെയിംസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ അതിൻ്റെ 100ാം വാർഷികമാണ് 2030. സോ ആ ഒരു 100ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള ആ ഒരു കോമൺവെൽത്ത് ഗെയിംസിൽ ആദ്യത്തെ വഹിക്കുന്ന നഗരമാണ് അഹമ്മദാബാദ് എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, 100-ൽ 100% ഞാൻ പറയുന്നു, അടുത്ത പരീക്ഷകളിൽ ഇതൊരു ചോദ്യമായിട്ട് മാറും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ട് പഠിക്കുക. ഇനി ആസിയാൻ്റെ അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസ്, ഓക്കെ, അതിൻ്റെ 47ാമത്തെ ഉച്ചകോടിക്ക് വേദിയാകുന്നത് മലേഷ്യയിലെ കോലലംപൂരാണ്. ഓക്കെ, മലേഷ്യയിലെ കോലലംപൂരാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന ആസിയാൻ്റെ 47ാമത് ഉച്ചകോടിക്ക് വേദിയാകുന്നത്. സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ കൺട്രീസിൻ്റെ നേഷൻസിൻ്റെ ഒരു സംഘടനയാണ് ആസിയാൻ എന്ന് പറയുന്നത്. സോ അതിൻ്റെ 47ാമത് ഈ ഒരു സബ്മിറ്റിന് വേദിയാകുന്നത് മലേഷ്യയിലെ കോലലംപൂരാണ്. ഓക്കെ ആണല്ലോ. ഇനി 2025 ഒക്ടോബറിൽ നടന്ന പ്രധാനപ്പെട്ട അപ്പോയിൻമെൻറ്റ്സിനെ കുറിച്ചാണ് പറയുന്നത്. സോ അതിലേക്ക് വരുമ്പോൾ നമ്മൾ സുശീല കാർക്കി എന്ന് പറയുന്ന നേപ്പാളിലെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയെക്കുറിച്ച് പറഞ്ഞിരുന്നു. ഇവിടെയും അതുപോലെ തന്നെയാണ്. ജപ്പാനിലെ പ്രധാനമന്ത്രിയാകുന്ന ആദ്യ വനിതയാണ് തക്കാച്ചി. ഓക്കെ, സനെ തക്കാച്ചി എന്ന് പറയുന്ന വ്യക്തിയാണ് ജപ്പാനിലെ പ്രധാനമന്ത്രിയാകുന്ന ആദ്യ വനിത. സനെ തക്കേച്ചി എന്ന് പറയുന്ന വനിതയാണ് ജപ്പാനിലെ ആദ്യ വനിത പ്രധാനമന്ത്രി എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ ആണല്ലോ. ഇന്ത്യയുടെ 53ാമത് ചീഫ് ജസ്റ്റിസ് ആണ് ജസ്റ്റിസ് സൂര്യകാന്ത് എന്ന് പറയുന്നത്. ഹരിയാനയിൽ നിന്നുള്ള, ഇന്ത്യൻ സംസ്ഥാനമായിട്ടുള്ള ഹരിയാനയിൽ നിന്നുള്ള ആദ്യ ചീഫ് ജസ്റ്റിസ് കൂടിയാണ് ആര്, ജസ്റ്റിസ് സൂര്യകാന്ത് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. സോ സുപ്രീം കോടതിയുടെ 53ാമത്തെ ചീഫ് ജസ്റ്റിസ് ആണ് ജസ്റ്റിസ് സൂര്യകാന്ത് എന്ന് പറയുന്നത്. ഹരിയാന സംസ്ഥാനത്തിൽ നിന്നുള്ള ആദ്യ ചീഫ് ജസ്റ്റിസ് ആണ്. ഇനി കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ പുതിയ ചെയർമാൻ എന്ന് പറയുന്ന ആരാണ്, റസൂൽ പുക്കുട്ടിയാണ്. ഓസ്കാർ ജേതാവായിട്ടുള്ള റസൂൽ പുക്കുട്ടിയാണ് സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ അടുത്ത ചെയർമാൻ എന്ന് പറയുന്ന ആരാണ്, റസൂൽ പുക്കുട്ടിയാണ്. അപ്പോൾ ഇതിലെ 3 പോയിന്റ്സും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത പരീക്ഷകളിൽ ഈ 2 ചോദ്യങ്ങളും വരാൻ സാധ്യത ഏറെയാണ്. പ്രത്യേകിച്ച് എപ്പോഴും നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഒക്കെ എപ്പോഴും പരീക്ഷയിൽ ചോദിക്കുന്ന ചോദ്യമാണ്. സോ അതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ഓസ്കാർ പുരസ്കാര ജേതാവായതുകൊണ്ട് തന്നെ അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചലച്ചിത്ര അക്കാദമി ചെയർമാനെ കുറിച്ച് എന്തായാലും അടുത്ത പരീക്ഷകളിൽ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. കൃത്യമായിട്ട് പഠിക്കുക. റസൂൽ പുക്കുട്ടി. ഓക്കെ, അടുത്തത് ഫിലിം ന്യൂസസ് ആണ്. ഓക്കെ, 2025 ഒക്ടോബർ മാസത്തിലെ ചലച്ചിത്ര രംഗത്തിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം പറയാനുള്ളത്, നമ്മുടെ 2024 സംസ്ഥാന ചലച്ചിത്ര അവാർഡ്, അതായത് 2024 സംസ്ഥാന ചലച്ചിത്ര അവാർഡ് 2025 പ്രഖ്യാപിക്കുക. സോ ആ ഒരു പ്രഖ്യാപിക്കുന്ന ഒരു ജൂറി ഉണ്ടാവും. ഓൾറെഡി പ്രഖ്യാപിച്ചു, നവംബർ മാസത്തിലായിരുന്നു 2024 ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നത്. സോ ഒരു ജൂറി ഉണ്ടാവും. ആ ജൂറിയുടെ ചെയർമാൻ ആരാണ്, പ്രകാശ് രാജാണ്. തമിഴ് നടനായിട്ടുള്ള പ്രകാശ് രാജായിരുന്നു സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ജൂറി ചെയർമാൻ എന്ന് പറയുന്നത്. മറ്റൊന്ന് മലയാള സിനിമയെക്കുറിച്ചുള്ള ചോദ്യമാണ്. ഈ മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ
കളക്ഷൻ അല്ലെങ്കിൽ ആദ്യമായിട്ടൊരു മലയാള ചിത്രം 300 കോടി നേടുകയാണ്. ഓക്കെ, 300 കോടി എന്ന് പറയുന്ന ആ ഒരു നമ്പറിലേക്ക് ഒരു അത്രയും കളക്ഷൻസ് ഒരു മലയാള സിനിമയ്ക്ക് ലഭിക്കുകയാണ്. ആ സിനിമയുടെ പേരാണ് ലോക ചാപ്റ്റർ 1 ചന്ദ്ര എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് ഒരു മലയാള സിനിമ 300 കോടി എന്ന് പറയുന്ന ഒരു നമ്പറിലേക്ക് എത്തുകയാണ്. ഓക്കെ, 200 കോടി പല മലയാള ചിത്രങ്ങളും കടന്നിട്ടുണ്ട്. ഇനി ആദ്യമായിട്ട് 300 കോടി എന്ന് പറയുന്ന നമ്പറിലേക്ക് ഒരു മലയാള സിനിമ എത്തുകയാണ്. സോ ആ ചിത്രത്തിൻ്റെ പേരാണ് ലോക ചാപ്റ്റർ 1 ചന്ദ്ര എന്ന് പറയുന്നത്. ഇനി നമ്മൾ നേരത്തെ സംസ്ഥാന ചലച്ചിത്ര അവാർഡിൻ്റെ ജൂറി ചെയർമാനെ കുറിച്ച് പറഞ്ഞു, പ്രകാശ് രാജിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഒരു സംസ്ഥാനം ആദ്യമായിട്ട് ഈ ചലച്ചിത്ര അക്കാദമി പുരസ്കാരങ്ങൾ പ്രഖ്യാപിക്കുന്ന സമിതിയിലേക്ക് ഒരു ട്രാൻസ്ജെൻഡറിനെ ഉൾപ്പെടുത്തുകയാണ്. സോ ആ സംസ്ഥാനം നമ്മുടെ കേരളമാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യമാണ്. ആ ഉൾപ്പെടുത്തിയ ആളുടെ പേരാണ് വിജയരാജ് മല്ലിക എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സംസ്ഥാന ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപിക്കുന്ന സമിതിയിലേക്ക് ആദ്യമായിട്ട് ഒരു ഇന്ത്യൻ സംസ്ഥാനം ഒരു ട്രാൻസ്ജെൻഡറിനെ കൊണ്ടുവരികയാണ്. സോ ആ സംസ്ഥാനമാണ് കേരളം എന്ന് പറയുന്നത്. ആ ഒരു ട്രാൻസ്ജെൻഡറിൻ്റെ പേരാണ് വിജയരാജ് മല്ലിക എന്ന് പറയുന്നത്. ഈ സ്ലൈഡിലെ 3 പോയിന്റും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കൃത്യമായിട്ട് തന്നെ പഠിക്കാം. ഓക്കെ ആണല്ലോ. ഇനി കൊൽക്കത്തയിൽ നടക്കുന്ന കൊൽക്കത്ത ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ ഇടം നേടിയ മലയാള ചിത്രമാണ് എ പ്രഗ്നന്റ് വിഡോ എന്ന് പറയുന്നത്. ഇതിന്റെ സംവിധാനം ഉണ്ണി KR ആണ്. ഇന്ത്യൻ സിനിമ മത്സര വിഭാഗത്തിലേക്കുള്ള ഏക മലയാള എൻട്രിയാണിത്. അപ്പോൾ അത്ര വലിയ ഇമ്പോർട്ടൻ്റ് ഇല്ല, ജസ്റ്റ് വായിച്ചാൽ മതി. കൊൽക്കത്തയിൽ നടക്കുന്ന കൊൽക്കത്ത ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ ഇടം നേടിയ മലയാള ചിത്രമാണ് എ പ്രഗ്നന്റ് വിഡോ എന്ന് പറയുന്നത്. ഉണ്ണി KR ആണ് ഇതിൻ്റെ സംവിധായകൻ. അപ്പോൾ ആ ഒരു കാറ്റഗറിയിൽ മത്സരിക്കുന്ന ഏക മലയാള ചിത്രം എന്നതാണ് ഈ ഒരു സിനിമയുടെ പ്രത്യേകത. അതുകൊണ്ടാണ് നിങ്ങളിത് പഠിക്കേണ്ട ആവശ്യം വരുന്നത്. ഓക്കെ, ഇനി ലിറ്ററേച്ചർ അവാർഡാണ്. പലപ്പോഴും ലിറ്ററേച്ചർ അവാർഡിനെ കുറിച്ച് പലപ്പോഴും പരീക്ഷയിൽ ചോദിക്കാറുണ്ട്. അപ്പോൾ അതിൽ 2025 ഒക്ടോബർ മാസത്തിലായിരുന്നു കേരളത്തിലെ പ്രധാനപ്പെട്ട സാഹിത്യ പുരസ്കാരമായിട്ടുള്ള വയലാർ അവാർഡ് പ്രഖ്യാപിക്കുന്നത്. സോ അത് ലഭിച്ചിട്ടുള്ള എഴുത്തുകാരനാണ് ഈ സന്തോഷ് കുമാർ എന്ന് പറയുന്നത്. തപോമയുടെ അച്ഛൻ എന്ന് പറയുന്ന നോവലിനാണ് ഈ അംഗീകാരം ലഭിച്ചിട്ടുള്ളത്. സോ 49ാമത് 2025 വയലാർ അവാർഡ് ജേതാവാണ് ഈ സന്തോഷ് കുമാർ എന്ന് പറയുന്നത്. തപോമയുടെ അച്ഛൻ എന്ന് പറയുന്ന നോവലിനാണ് ഈ പുരസ്കാരം അദ്ദേഹത്തിനെ തേടിയെത്തിയിട്ടുള്ളത്. 1 ലക്ഷം രൂപയും ശില്പവുമാണ് നമ്മുടെ ഈ വയലാർ അവാർഡിൻ്റെ സമ്മാന തുക എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ 2025 ഒക്ടോബറിൽ പ്രഖ്യാപിച്ച പ്രധാനപ്പെട്ട മലയാളത്തിലെ സാഹിത്യ പുരസ്കാരമാണ് വയലാർ അവാർഡ് എന്ന് പറയുന്നത്. അത് ലഭിച്ചത് ഈ സന്തോഷ് കുമാറിനാണ്, തപോമയുടെ അച്ഛൻ എന്ന് പറയുന്ന നോവലിന്. ഇനി 2025 ഒക്ടോബർ മാസത്തിൽ പ്രധാനപ്പെട്ട പല വിയോഗങ്ങളും സംഭവിച്ചിട്ടുണ്ട്. ആദ്യ മലയാളി ഒളിമ്പിക് മെഡൽ ജേതാവായ ഫെഡറിക് മാനുവൽ, മറ്റൊരു പ്രധാനപ്പെട്ട വ്യക്തി, അതായത് നമ്മുടെ സയൻറ്റിസ്റ്റ് കൂടെ ആയിട്ടുള്ള പ്രൊഫസർ ഏകനാഥ് ചിറ്റ്നിസ് എന്ന് പറയുന്ന 2 വ്യക്തികൾ. നമ്മൾ എല്ലാവരും പഠിക്കുന്നില്ല, ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഇമ്പോർട്ടൻസ് ഉള്ള വ്യക്തികൾ. അപ്പോൾ ആദ്യം നമുക്ക് മാനുവൽ ഫെഡറിക്കിനെ കുറിച്ച് പറയാം. ഒക്ടോബർ 31, 2025 ഒക്ടോബർ 31 ഈ മാനുവൽ ഫെഡറിക് അന്തരിക്കുന്നത്. സോ ഒളിമ്പിക്സ് ഹോക്കിയിൽ മെഡൽ നേടിയ ആദ്യ മലയാളി താരം, ഒളിമ്പിക്സ് ഹോക്കിയിൽ നിന്നല്ല ഒളിമ്പിക്സിൽ തന്നെ മെഡൽ നേടിയിട്ടുള്ള ആദ്യ മലയാളിയാണ് ഈ മാനുവൽ ഫെഡറിക്. PSC പരീക്ഷകളിൽ സ്പോർട്സ് മേഖലയിൽ ചോദിക്കാറുണ്ട്. പിന്നെ രണ്ടാമത്തെ മലയാളിയാണ് PR ശ്രീജേഷ് എന്ന് പറയുന്നത്. ഇന്ത്യൻ ഹോക്കി ടൈഗർ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന മാനുവൽ ഫെഡറിക് 1972 ഒളിമ്പിക്സ് മെഡൽ നേടിയ ഇന്ത്യൻ ഹോക്കി ടീമിലെ അംഗമായിരുന്നു. രാജ്യം ധ്യാൻചന്ദ് പുരസ്കാരം നൽകി ആദരിച്ചു. അപ്പോൾ ആ മരിച്ച ഡേറ്റ് ഓർത്തിരിക്കുക, 2025 ഒക്ടോബർ 31. 1972 ഒളിമ്പിക്സിലാണ് അദ്ദേഹം ഇന്ത്യക്ക് വേണ്ടിയിട്ട് മെഡൽ നേടിയിട്ടുള്ളത്. ഓക്കെ, ഇന്ത്യൻ ഹോക്കി ടൈഗർ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ഓക്കെ, അതുപോലെ ബഹിരാകാശ ശാസ്ത്രജ്ഞൻ, അതുപോലെ തന്നെ നമ്മുടെ തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ഉണ്ടല്ലോ, അതായത് പ്രൊഫസർ ഏകനാഥ് ചിറ്റ്നിസ് ആണ് ഈ തുമ്പ വിക്ഷേപണ കേന്ദ്രത്തെ സെലക്ട് ചെയ്തത്. അതുപോലെ 85 രാജ്യം പത്മഭൂഷൺ നൽകി ആദരിച്ചിട്ടുണ്ട്. പിന്നെ PTI അഥവാ പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ, ഇതിൻ്റെ ചെയർമാൻ കൂടിയായിരുന്നു ആരെന്ന് പറയുന്നത് പ്രൊഫസർ ഏകനാഥ് ചിറ്റ്നിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഈ 2 ഏറ്റവും ഇമ്പോർട്ടൻസ് മാനുവൽ ഫെഡറിക്കിന് തന്നെയാണ്. സോ അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു
ഡെത്ത് ഡേറ്റ് കൂടെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 2025 ഒക്ടോബർ 31. പലപ്പോഴും പല വിയോഗങ്ങളുടെ ഡേറ്റ് ചോദിക്കാറുണ്ട്. സോ അതുകൊണ്ടാണ് മാനുവൽ ഫെഡറിക്കിൻ്റെ ആ ഡേറ്റ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇനി 2025 ഒക്ടോബർ മാസത്തിൽ നടന്നിട്ടുള്ള സൈക്ലോൺസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മൊന്ത ചുഴലിക്കാറ്റ് എന്ന് പറയുന്ന ഇന്ത്യയിൽ, അതായത് ബംഗാൾ ഉൾക്കടലിൽ വീശിയിട്ടുള്ള ചുഴലിക്കാറ്റായിരുന്നു മൊന്ത ചുഴലിക്കാറ്റ് എന്ന് പറയുന്നത്. ഈ മൊന്ത എന്ന് പറയുന്ന പേര് സജസ്റ്റ് ചെയ്ത് തായ്ലൻഡ് ആണ്. അതിൻ്റെ അർത്ഥം എന്താണ്? മനോഹരമായ സുഗന്ധമുള്ള പുഷ്പം എന്നാണ് മൊന്ത എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം. ഓക്കെ, ഈ മൊന്ത ചുഴലിക്കാറ്റ് ഇന്ത്യയിലെ ചുഴലിക്കാറ്റാണെങ്കിൽ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു അതിൻ്റെ അർത്ഥം, നിർദ്ദേശിച്ച രാജ്യം, ഇതൊക്കെ നിങ്ങൾ പഠിക്കണം, അത് എഫക്റ്റ് ചെയ്ത സ്ഥലങ്ങൾ. സോ ബംഗാൾ ഉൾക്കടലിൽ വീശിയിട്ടുള്ള ചുഴലിക്കാറ്റാണ് മൊന്ത ചുഴലിക്കാറ്റ്. സോ അത് ആ ഒരു പേര് നിർദ്ദേശിച്ചത് തായ്ലൻഡ് ആണ്. സോ അതിൻ്റെ അർത്ഥം വരുന്നത് മനോഹരമായ സുഗന്ധമുള്ള പുഷ്പം എന്നാണ്. പിന്നെ മറ്റ് ചുഴലിക്കാറ്റുകളാണ് ബുവാലോയ് ചുഴലിക്കാറ്റ് വിയറ്റ്നാമിൽ, ഹാലോൺ ചുഴലിക്കാറ്റ് അലാസ്കയിൽ, മെലിസ ചുഴലിക്കാറ്റ് ജമൈക്കയിൽ. അപ്പോൾ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഈ മൊന്ത ചുഴലിക്കാറ്റ് തന്നെയാണ്, ബിക്കോസ് അത് ഇന്ത്യയിലാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ മറ്റ് ഡീറ്റെയിൽസ് ഒക്കെ നിർദ്ദേശിച്ച രാജ്യം, ഈ പേര് നിർദ്ദേശിച്ച രാജ്യം തായ്ലൻഡ് ആണ്. സോ അതിൻ്റെ അർത്ഥമായിട്ട് വരുന്നത് മനോഹരമായ സുഗന്ധമുള്ള പുഷ്പം എന്നാണ്. ഓക്കെ, ഇനി പ്രധാനപ്പെട്ട ഇൻഡെക്സുകൾ. നമ്മൾ ആഗോള സമാധാന സൂചിയെ കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു. 115 റാങ്കാണ് ഇന്ത്യക്ക്. 1-ാം സ്ഥാനം ഐസ്ലൻഡിനാണെന്ന് പറഞ്ഞിരുന്നു. ഇവിടെ ആഗോള സാമ്പത്തിക സ്വതന്ത്ര സൂചികയാണ്. അവിടെ ഇന്ത്യയുടെ സ്ഥാനം 128ആണ്. സിംഗപ്പൂരാണ് 1-ാമത്. ആഗോള സാമ്പത്തിക സ്വാതന്ത്ര്യ സൂചിക ഇന്ത്യയുടെ സ്ഥാനം 128, സിംഗപ്പൂർ 1-ാമതാണ്. ദി ഗ്ലോബൽ ഇന്നൊവേഷൻ ഇൻഡെക്സ്, ഇത് ഒരു തവണ PSCയിൽ ചോദിച്ചിട്ടുണ്ട്. ഗ്ലോബൽ ഇന്നൊവേഷൻ ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 38ആണ്. ഫസ്റ്റ് സ്വിറ്റ്സർലൻഡ് ആണ്. ഓക്കെ, ഗ്ലോബൽ ഇന്നൊവേഷൻ ഇൻഡെക്സ് ഫസ്റ്റ് സ്വിറ്റ്സർലൻഡ് ആണ്. ഇന്ത്യ 38ആണ്. ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സിൽ ഇത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇൻഡെക്സ് ആണ്. ഈ ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് എന്നൊക്കെ പറയുന്നത് മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ ഇന്ത്യയുടെ സ്ഥാനം 85ആണ്. സിംഗപ്പൂരാണ് ഫസ്റ്റ്. ഓക്കെ, ഈ ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് ഇങ്ങനെ നിങ്ങൾ പല വേറെയും റാങ്കുകൾ കണ്ടിട്ടുണ്ടാവും ഇന്ത്യയുടെ. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫിഫ റാങ്കിങ് പോലെയാണ്, അതായത് അപ്ഡേറ്റ് വന്നുകൊണ്ടേയിരിക്കും. ഓക്കെ, ഇപ്പോൾ ഈ ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സിൻ്റെ ക്രൈറ്റീരിയ, ആ ഇൻഡെക്സിൻ്റെ ക്രൈറ്റീരിയ എന്താണ്? നമുക്ക് ഇന്ത്യയിൽ, ഇപ്പോൾ ഞാനൊരു ഇന്ത്യൻ പൗരനാണ്, എനിക്ക് ഏറ്റവും കൂടുതൽ രാജ്യങ്ങളിലേക്ക് വിസയില്ലാതെ ട്രാവൽ ചെയ്യാൻ പറ്റണം. അങ്ങനെ ട്രാവൽ ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഇന്ത്യയുടെ പാസ്പോർട്ട് അത്രയും ശക്തമായ പാസ്പോർട്ടാണ്. അതാണ് അതിൻ്റെ ക്രൈറ്റീരിയ. നമ്മൾ വിസയില്ലാതെ മറ്റൊരു രാജ്യത്തേക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുക, ഇതാണ് അതിൻ്റെ ക്രൈറ്റീരിയ. അത്രയും ശക്തമായ പാസ്പോർട്ടൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെയുള്ള ആ ഒരു ഇളവ് നമുക്ക് ലഭിക്കും. സോ ആ ഇളവിൽ 1-ാം സ്ഥാനത്താണ് സിംഗപ്പൂർ. ഓക്കെ ആണല്ലോ. സോ ഇന്ത്യയുടെ സ്ഥാനം 85ആണ്. അപ്പോൾ ഈ ഒരു ഇൻഡെക്സ് ഞാൻ പറഞ്ഞല്ലോ ഫിഫ റാങ്കിങ് പോലെയാണ്, മാറിക്കൊണ്ടേയിരിക്കും. സോ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക, പഠിക്കുക. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള റാങ്കാണ് ഇന്ത്യയുടെ 85, സിംഗപ്പൂർ 1-ാമത്. ഓക്കെ ആണല്ലോ. ഇനി വേറെ തരുവാണെങ്കിൽ അവിടെ കൺഫ്യൂഷൻ വരും. അല്ലെങ്കിൽ കൃത്യമായിട്ട് മെൻഷൻ ചെയ്യണം, ഏത് മാസത്തിൽ വന്ന സൂചികയാണെന്ന് കൃത്യമായിട്ട് മെൻഷൻ ചെയ്യുമ്പോഴാണ് കൃത്യമായിട്ടുള്ള വാല്യൂ. അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഇന്ത്യയുടെയാണ് മാറാറ്. ഫസ്റ്റ് അധികവും സിംഗപ്പൂരൊക്കെയാണ് ഉണ്ടാവാറ്. പിന്നെ റീസെൻ്റ് ആയിട്ട് കഴിഞ്ഞ വർഷങ്ങളൊക്കെ ചെറിയ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എന്നാലും ഫസ്റ്റ് അധികവും സിംഗപ്പൂർ, ജപ്പാനൊക്കെയാണ് എപ്പോഴും വരാറുള്ളത്. ഓക്കെ, ഇനി സ്പെഷ്യൽ ഡേയ്സ് ആണ്. ഒക്ടോബർ 5 ലോക അധ്യാപക ദിനമാണ്. അപ്പോൾ നമ്മൾ സ്പെഷ്യൽ ഡേയ്സിൻ്റെ തീമിനെ കുറിച്ചാണ് പറയുന്നത്. സെപ്റ്റംബർ 5 ദേശീയ അധ്യാപക ദിനമാണെങ്കിൽ ഒക്ടോബർ 5 ലോക അധ്യാപക ദിനമാണ്. അപ്പോൾ അതിൻ്റെ തീം എന്താണ്? സഹകരണപരമായ ഒരു തൊഴിലായി അധ്യാപനത്തെ പുനർനിർമ്മിക്കുന്നു. റീകാസ്റ്റിംഗ് ടീച്ചിങ് ആസ് എ കൊളാബറേറ്റീവ് പ്രൊഫഷൻ എന്ന് പറയുന്ന ഒരു തീമാണ് മുന്നോട്ട് വെക്കുന്നത്. ഈ ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ. ഈ ലോക അധ്യാപക ദിനമൊന്നും എന്നാന്ന് ചോദിച്ചിട്ടുണ്ട്, പക്ഷേ അതിൻ്റെ തീമൊന്നും ഇതുവരെ എക്സാമിന് ചോദിച്ചിട്ടില്ല. തീം അധികവും പരിസ്ഥിതി ദിനം, ഹെൽത്ത് ഡേ, ഇങ്ങനെയുള്ള അല്ലെങ്കിൽ വായനാ ദിനം, ഇങ്ങനെയുള്ളതൊക്കെയാണ് അധികവും തീമായിട്ട് ചോദിച്ചിട്ടുള്ളത്. ഇനി ഒക്ടോബർ 16 ലോക ഭക്ഷ്യദിനമാണ്. മികച്ച ഭക്ഷണത്തിനും മികച്ച ഭാവിക്കും വേണ്ടി കൈകോർക്കുക. ഹാൻഡ് ഇൻ ഹാൻഡ് ഫോർ ബെറ്റർ ഫുഡ് ആൻഡ് ബെറ്റർ ഫ്യൂച്ചർ. അപ്പോൾ ലോക ഭക്ഷ്യദിനം എന്നാണെന്നും ലോക അധ്യാപക ദിനം എന്നാണെന്നും ചോദിച്ചിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ തീമുകളെക്കുറിച്ചൊന്നും പരീക്ഷകളിൽ ചോദിച്ചിട്ടില്ല. സോ അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ആ ഒരു ഡേറ്റ് മെൻഷൻ ചെയ്തു, അതിൻ്റെ തീം ജസ്റ്റ് പറഞ്ഞു പോയി എന്നുള്ളൂ. അത്രത്തോളം പഠിക്കണമെന്ന് ഞാൻ പറയുന്നില്ല, ജസ്റ്റ് മനസ്സിലാക്കിയിരുന്നാൽ മതി. ഫോക്കസ് ചെയ്യേണ്ട എന്നാണ് ആ ഒരു അധ്യാപക ദിനവും ലോക അധ്യാപക ദിനവും എന്നാണ് ലോക ഭക്ഷ്യദിനവും എന്ന് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി കുറച്ച് ബുക്സുകളാണ്.
പ്രധാനപ്പെട്ട 2 ബുക്കുകളാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇതാണ് എൻ്റെ ജീവിതം, EP ജയരാജൻ, കേരള പൊളിറ്റീഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ ആത്മകഥയുടെ പേരാണ് ഇതാണ് എൻ്റെ ജീവിതം എന്ന് പറയുന്നത്. ദ സുപ്രീം ഗിഫ്റ്റ്, പൗലോ കൊയ്ലോയുടെ ബുക്കാണ് ദ സുപ്രീം ഗിഫ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ 2 പ്രധാനപ്പെട്ട പുസ്തകങ്ങളാണ് നമ്മളിവിടെ ഓർത്തിരിക്കേണ്ടത്. ഇതാണ് എൻ്റെ ജീവിതം, കേരള പൊളിറ്റീഷ്യനായിട്ടുള്ള EP ജയരാജൻ്റെ ആത്മകഥയാണ്. ദ സുപ്രീം ഗിഫ്റ്റ് പൗലോ കൊയ്ലോയുടെ പുസ്തകമാണ്. ഓക്കെ, ഇനി കുറച്ച് എക്സ്ട്രാ പോയിന്റ്സ് ആണ്. അപ്പോൾ അതിൽ ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട സ്കീമാണ് ഏകത്വ. ട്രാൻസ്ജെൻഡർ വിഭാഗത്തെ ശാക്തീകരിക്കുന്നതിനായി HLL ലൈഫ് കെയർ ലിമിറ്റഡ് ആരംഭിച്ച പദ്ധതിയാണ് ഏകത്വ. അത്ര വലിയ ഇമ്പോർട്ടൻ്റ് ഇല്ല. അടുത്തതൊരു മിലിറ്ററി എക്സസൈസ് ആണ് കൊങ്കൺ 25. ഇത് വേണമെങ്കിലും ഓർത്ത് വെച്ചേക്കുക. ഇന്ത്യൻ നാവികസേനയും UK റോയൽ നേവിയും ഉഭയകക്ഷി നാവിക അഭ്യാസമാണ് കൊങ്കൺ 25 എന്ന് പറയുന്നത്. അപ്പോൾ കൊങ്കൺ 25 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയും അതുപോലെ തന്നെ UK റോയൽ നേവിയും നടത്തിയിട്ടുള്ള ഒരു മിലിറ്ററി എക്സസൈസ് ആണ് കൊങ്കൺ 25 എന്ന് പറയും. 25 മീൻസ് ഈ വർഷത്തിന് മെൻഷൻ ചെയ്യുന്നതാണ് 25. സോ കൊങ്കൺ എന്ന് പറയുന്ന ഈ ഒരു മിലിറ്ററി എക്സസൈസ് നടത്തിയത് ഇന്ത്യൻ നാവികസേനയും UK നാവികസേനയും തമ്മിലാണ് ഈ ഒരു എക്സസൈസ് നടത്തിയിട്ടുള്ളത്. സോ അത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. ഏകത്വ എന്ന് പറയുന്ന സ്കീം അത്ര വലിയ ഇമ്പോർട്ടൻ്റ് ഇല്ല, ജസ്റ്റ് വായിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ നമ്മൾ 2025 ഒക്ടോബർ മാസത്തിലെ കറണ്ട് അഫയേഴ്സ് കൂടെ ഇവിടെ കംപ്ലീറ്റ് ചെയ്യുകയാണ്. ഓരോ മേഖല തിരിച്ചിട്ട് കൃത്യമായ വിവരങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇത് കൃത്യമായിട്ട് നിങ്ങൾ നോട്ട് എഴുതിയോ അല്ലെങ്കിൽ ഫ്രീ ആവുന്ന സമയങ്ങളിൽ കേട്ടോ പഠിക്കുക. സോ അടുത്ത മാസത്തിലെ കറണ്ട് അഫയേഴ്സ് നമ്മൾ തീർച്ചയായിട്ടും ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ കൃത്യമായിട്ട് കണ്ടൻറ്റ് നിങ്ങളിലേക്ക് എത്തിയെന്ന് വിചാരിക്കുന്നു. നന്നായിട്ട് പഠിക്കുക. വരുന്ന എക്സാമിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത്. ഓരോ മാർക്കും വിലപ്പെട്ടതാണ്. കൃത്യമായിട്ട് തന്നെ പഠിക്കുക. ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിലെ മറ്റ് വീഡിയോസ് എല്ലാം കണ്ട് കൂടുതൽ ഇൻഫർമേറ്റീവായ വീഡിയോസും ടോപ്പിക് വീഡിയോസ് എല്ലാം ഉണ്ട്. തീർച്ചയായിട്ടും അത് യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കുക. PSC പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും മറ്റ് സർക്കിളിലേക്കും നിങ്ങൾ ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. ദെൻ അടുത്ത ക്ലാസ്സിൽ നമുക്ക് മറ്റ് പ്രധാനപ്പെട്ട മാസങ്ങളിലെ കറണ്ട് അഫയേഴ്സുമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും താങ്ക് യു.